നമസ്കാരം, പൊട്ടക്കണ്ണനാണേ. നമുക്ക് നമ്മുടെ വി.ഡി. സതീശൻ ജി നമ്മളുടെ ശിവൻകുട്ടി അണ്ണനെ പറ്റി പറയുന്നതൊന്ന് കേട്ട് ചിരിച്ചാലോ? അപ്പൊ നമുക്കൊന്ന് കേൾക്കാം അല്ലേ? അപ്പൊ മന്ത്രി ശിവൻകുട്ടി സോണിയാഗാന്ധി നിയമസഭയിൽ പറയാണ് സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം, സ്വർണം അവിടെയുണ്ട്. സ്വർണം അവിടെയുണ്ട്. അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം വേണ്ടേ? പിന്നെ സോണിയാഗാന്ധി നമ്മുടെ പോറ്റിയുമായിട്ട് ഉള്ള ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തോ മണക്കുന്നുണ്ട് എന്ന് ശിവൻകുട്ടി അണ്ണൻ പറഞ്ഞതിൽ വലിയ തെറ്റൊന്നുമില്ല. ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിലില്ല. കറക്റ്റ് ആണ്. എനിക്ക് ഒത്തിരി അഭിപ്രായ വ്യത്യാസം താങ്കളുടെ കാര്യത്തിലുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഇത്രയും വിവരം കെട്ട മന്ത്രിമാർ ഭരിക്കുന്ന ഒരു ഭരണം ഇന്നേ വരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ പോലും പണ്ടത്തെ മന്ത്രിമാരൊക്കെ എന്ത് ഭേദമായിരുന്നു. ഇവരെ പോലത്തെ ആളുകള് മന്ത്രിമാരായിരിക്കാൻ യോഗ്യത എന്താ പറഞ്ഞ? ഇവരെ പോലത്തെ ആളുകള് മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുള്ളവരാണോ? കറക്റ്റ്. ഇവനെ പോലത്തെ ആളുകൾ, അതായത് നമ്മളുടെ ശിവൻകുട്ടി അണ്ണന് കൊടുക്കാവുന്ന ഏറ്റവും നികൃഷ്ട പദവിയാണ് ഈ ഇവൻ എന്ന വിളി. ഇയാളെ നല്ല പറഞ്ഞത് ഇവൻ, അതായത് അത്രയ്ക്ക് തറയാണ് എന്ന് സതീശൻജി തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. അസംബന്ധം പറയാൻ നിയമസഭയിൽ കയറിയെന്ന്, എന്നിട്ട് നിയമസഭയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കാൻ ആര്? അതെ, അത് ശിവൻകുട്ടി അണ്ണനെ കഴിഞ്ഞേ വേറെ ആരും ഉള്ളൂ. അറിയാമല്ലോ പണ്ടത്തെ ചരിത്രം. അത് സതീശൻജി തന്നെ പറയും. നമുക്കൊന്ന് കേട്ടു നോക്കാം. മറ്റേ അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ട് മടക്കി കുത്തി ഡെസ്കിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഈ സാധനം മുഴുവൻ തല്ലിപ്പൊളിച്ചെടുത്തതാണ്. അതെ, മുണ്ടങ്ങോട്ട് മടക്കി കുത്തി ലുട്ടാപ്പിയെ പുറത്ത് കാട്ടി ഡെസ്കിന്റെ മുകളിൽ കയറി നിന്ന് കമ്പ്യൂട്ടറുകളെല്ലാം അടിച്ച് പൊട്ടിച്ച ശിവൻകുട്ടിയാണെന്ന് തന്നെ പറയണം നിയമസഭയിൽ എങ്ങനെ പെരുമാറണമെന്ന്. അതായത് നമ്മൾ മര്യാദയ്ക്ക് വന്ന് എഴുന്നേറ്റ് നിന്ന് ഇത് പറഞ്ഞിട്ട് പോലല്ല, ഓന്റെ പോലെ മറ്റത് കാണിച്ചിട്ട് വേണം ചെയ്യാൻ. എന്റെ സതീശൻജി ഇത്ര തറയാകാതെ ഓന്റെ പോലെ മറ്റത് കാണിച്ചിട്ട് വേണം ചെയ്യാന്ന്. ശിവൻകുട്ടിയാണ് ഇനി ഏത് ഗംഗയിൽ പോയി കുളിച്ചാൽ ഒന്ന് നേരെയാകും. നാണമുണ്ടോ എന്നിട്ട് സോണിയാഗാന്ധിക്ക്? നാണമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആ ചോദ്യമേ പാടില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് നാണമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് നേരത്തെ അറിയത്തില്ലേ? വാർത്ത വരും എന്ന് കണ്ടാൽ എന്ത് വിഡിത്തവും വായിന്ന് വരും. യെസ്, വാർത്ത വരും എന്ന് കണ്ടാൽ എന്ത് വിഡിത്തവും വായിന്ന് വരും. പണ്ടൊക്കെ ശിവൻകുട്ടിയാണ് മൈക്ക് കാണുമ്പോൾ കിടുകിട വിറയ്ക്കുമായിരുന്നു. ഇപ്പം വിറകല് കുറവാണ്. പക്ഷെ എന്നാലും വിഡ്ഢിത്തനത്തിന് യാതൊരു കുറവുമില്ല. വിദ്യാഭ്യാസ മന്ത്രി എന്റെ പിള്ളേരെ ഓർത്ത് ഞാൻ എങ്ങനെ സങ്കടപ്പെടുക? അയ്യോ, നിങ്ങൾ മാത്രമല്ല, ഈ മാതാപിതാക്കൾ മൊത്തം സങ്കടപ്പെടുകയാണ് ഇതുപോലൊരു മന്ദബുദ്ധിയായ വിദ്യാഭ്യാസ മന്ത്രിയെ കിട്ടിയതിൽ. എക്സൈസ് കൊടുത്ത് നമുക്ക് ബോധമില്ലാതെ പറഞ്ഞെന്ന് വിചാരിക്കരുത്. എക്സൈസ് കൊടുത്തിരുന്നെങ്കിൽ വെള്ളം അടിച്ച് ബോധമില്ലാതെ പറയുന്നത് വിചാരിക്കാമായിരുന്നു. ഞാൻ എന്റെ നാവിൽ വരുന്നുണ്ട്. സാധാരണ എത്ര മോശമായിട്ട് പറയാറുണ്ട്. അങ്ങയുടെ ആ നാവിൽ വരുന്ന സരസ്വതിയൊക്കെ ഞങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. സാധാരണ ഇത്രയും മോശമായിട്ട് പറയാറില്ല എന്ന് പറഞ്ഞാൽ ഇത് വലിയ മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ശിവൻകുട്ടി അണ്ണന് കോളാണ്. ഇനി ശിവൻകുട്ടി അണ്ണന്റെ റിപ്ലൈ വരും കേട്ടോ. അത് പിന്നെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. പൊട്ടക്കണ്ണനാണേ.